മുഴുവൻ അറിഞ്ഞു. ഇനി നിന്നെ കോളേജിനും കൂടി പുറത്താക്കി തികഞ്ഞു. പക്ഷെ അമ്മ, സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് തെളിയിക്കാൻ എന്താ ഒരു വഴി ദൈവമേ? അതിന് ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. കബീറിനെ പോലീസിന് പിടികിട്ടണം. നീ ഓനുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് ഓൻ തന്നെ പറയണം. അതിന് കബീറിനെ കുറിച്ച് ഒരു തുമ്പും പോലീസിനില്ല. അവരവനെ എങ്ങനെ പിടിക്കാനാ? നീ വിചാരിച്ച ഒരു കാര്യം ചെയ്യാൻ പറ്റും. ആ കബീർ എന്ന് പറയുന്നവനെ നീ കോളേജിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? ആ, ഒരു തവണ മതിയല്ലോ. എന്റെ പേഴ്സിലിരുന്ന ലാലേട്ടന്റെ ഫോട്ടോ ഒരു പ്രാവശ്യം മാത്രം കണ്ടിട്ട് ഭംഗിയായിട്ട് വരച്ചവനല്ലേ നീ? ഒരു പ്രാവശ്യം കണ്ട കബീറിന്റെ മുഖവും എനിക്ക് വരക്കാൻ പറ്റും. വരയ്ക്ക് അതുപോലെ ആ കബീറിനെ. പോലീസുകാർക്ക് ഓനെ കുറിച്ച് യാതൊരു അറിവില്ലാന്നല്ലേ ആ SI സാറ് പറഞ്ഞ്? അപ്പൊ ഓന്റെ ഒരു ചിത്രം വരച്ച് ഓർക്ക് കൊടുത്താ അത് പോലീസിനൊരു സഹായാവൂലേ? ചെലപ്പോ ഇന്റെ സത്യസന്ധത അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഇന്റെ കഴിവ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. ഇരുന്ന് വരക്കട അങ്ങോട്ട്. ഇത് തന്നെയാണോ അവന്റെ മുഖം? അതെ സർ, എനിക്കുറപ്പാ. എന്റെ സാഗർ അത്ര നന്നായി വരക്കുന്നവനാ. ഓന് ഒരു മുഖം ഒരിക്കൽ കണ്ടാ മതി. ചോദ്യ പേപ്പർ കേസിലെ കബീറിന്റെ മുഖമാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. താനി ചിത്രം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒന്ന് ഫോർവേഡ് ചെയ്തേക്ക്. ശരി സാർ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്തായാലും ഈ ചിത്രം വെച്ച് അവനെ തപ്പിയെടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കും. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അത് ഞാൻ സാഗറിനെ പോലീസ് പിടിച്ച് ചോദ്യം ചെയ്തു എന്നെല്ലാം പത്രത്തിൽ വന്ന ആ വാർത്ത കാരണം ഓന്റെ ഭാവി മാത്രല്ല നമ്മളെ എല്ലാവരുടെ ജീവിതവും ആകെ പ്രശ്നമായിട്ടാണ് സർ. ഓനെ കോളേജിൽ നിന്ന് TCയും കൊടുത്ത് വിടുവോന്ന് വരെ എനിക്ക് പേടിയുണ്ട്. ഈ കേസിൽ സാഗറിന് പങ്കില്ലാന്നൊരു വാർത്ത സാറിന് പത്രത്തിൽ കൊടുക്കാൻ പറ്റുമോ? അതിന് സാഗറിന് പങ്കില്ലെന്ന് തെളിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അതിനൊക്കെ അതിൻ്റെതായ ഒരു രീതിയുണ്ട്. നിങ്ങളുടെ മകന് ഈ കേസിൽ ഒരു പങ്കുമില്ലെന്ന് ആ കബീറിന്റെ വായി ഇന്ന് കേൾക്കണം. അവന്റെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ സാഗറിനെ ഈ കേസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കൂ. അതിനുശേഷം വാർത്ത കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കാം. അതേ ഇപ്പൊ പറയാൻ കഴിയും. നമ്മളെല്ലാം വെറും സാധാരണ ഫാമിലിയിൽപ്പെട്ടവരാ സർ. നമ്മളെ പോലുള്ളവർക്കൊരു ചീത്തപ്പേരുണ്ടായ അത് മാറിക്കിട്ടാൻ വല്ലാത്ത പാടാ സർ. എനിക്കെന്റെ മോനെ വിശ്വാസ. സാറിന്റെ ഡ്യൂട്ടി ചെയ്തോളൂ. സാറിന്റെ സംശയവും ഒരമ്മയുടെ വിശ്വാസവും ഏത് ജയിക്കുന്നു നമുക്കൊന്ന് നോക്കാം. വരട്ടെ സർ. എന്താ പറ്റി മാധുമ്മയ്ക്ക്? മാധുമ്മേ, മഞ്ജുളെ എന്താ പറ്റി മാധുമ്മയ്ക്ക്? രാവിലെ മുതലേ നല്ല വയറുവേദന ഉണ്ടായിരുന്നു. ഇപ്പൊ തീരെ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിച്ച്. ഞാൻ കൂടെ പോയിക്കോളാം മഞ്ജു, അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. മഞ്ജു ഒന്ന് പിള്ളേർ നോക്കിക്കോളേ. ഞാൻ നോക്കിക്കോളാം. കാര്യങ്ങൾക്കൊരു സൊല്യൂഷൻ വേണ്ടേ മഹേഷ്? അപ്പുവിന്റെ ലൈഫിന്റെ കാര്യം ഇത്. ഇനിയെങ്കിലും നമ്മൾ സ്ട്രോങ് ആയൊരു തീരുമാനം എടുത്തേ പറ്റൂ. സാഗറിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഒട്ടും നന്നായില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴും അതിന്റെ നെല്ലും പതിരും തിരിഞ്ഞിട്ടില്ലല്ലോ. അവൻ കുറ്റവാളിയാണെന്നോ അല്ലെന്നോ പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലും ഒരു സ്ഥിരീകരണമില്ലല്ലോ. അതിലൊന്നും ഒരു കാര്യമില്ല മഹേഷ്.
ഇത്രത്തോളം കൊണ്ട് തന്നെ വലിയ നാണക്കേടാ ഉണ്ടായിരിക്കുന്നത്. ഉം. ഈ പ്രപ്പോസല് തീരെ ശരിയാവില്ലെന്ന് സന്ദീപേട്ടൻ അന്നേ പറഞ്ഞതാ. നമ്മളത് കേൾക്കണമായിരുന്നു. ഒന്നും രണ്ടും അല്ല, ഈ ബന്ധം നന്നാവില്ലെന്ന് തെളിയിക്കുന്ന 100 കാര്യങ്ങളുണ്ട്. എന്നിട്ടും അത് പോട്ടെന്ന് വെച്ചിട്ടാ അപ്പുവിന്റെ വാശിക്ക് നമ്മൾ നിന്നു കൊടുത്തത്. അപ്പു പറയുന്നത് പോലെ അതൊരു തെറ്റിദ്ധാരണയാണെങ്കിലോ യാമിനി? ഒരു തെറ്റിദ്ധാരണയില്ല. പത്രങ്ങളായ പത്രങ്ങളിൽ മുഴുവൻ ഈ കേസുമായി ബന്ധപ്പെട്ട ആ ചെക്കന്റെ പേര് പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഒരു വാക്ക് പറയേണ്ടടുത്ത് 10,000 വാക്ക് പറയുന്നവരാ അവര്. ഈ വിഷയത്തില് കാര്യങ്ങൾ എന്തായെന്ന് വിശദീകരിക്കാൻ അവര് തയ്യാറായില്ലല്ലോ. എന്താ അതിനർത്ഥം മഹേഷ്? ആ ചെക്കൻ കുറ്റക്കാരനാണെന്ന് തന്നെയല്ലേ? അവനെ കേസിൽ നിന്ന് ഒഴിവാക്കി വിട്ടിരുന്നെങ്കിൽ സുധാമണി ഉറപ്പായും ആ വിവരം നമ്മളെ അറിയിച്ച് അവരുടെ ഭാഗം ന്യായീകരിച്ച് കൊട്ടിഘോഷിച്ചേനെ. ഒരു ക്രിമിനലിന്റെ വീട്ടിലേക്ക് എങ്ങനെയാ മഹേഷ് നമ്മുടെ മോളെ പറഞ്ഞയക്കുക? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിതിന്ന് പിന്മാറണം. ഒരിക്കൽ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. അന്നത്തെ അപ്പുവിന്റെ പ്രതികരണം എന്തായിരുന്നുവെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. തക്ക സമയത്ത് അന്ന് തങ്കം കണ്ടുകൊണ്ട് മാത്രം നമ്മുടെ മോൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ഇനിയും അവൾ അങ്ങനെയൊന്നും കാണിക്കില്ലെന്ന് നമുക്ക് എന്താ യാമിനി ഉറപ്പ്? ചാടിക്കേറിയൊരു തീരുമാനം എടുക്കലും അവരെ അറിയിക്കലോ ഒന്നും ഇപ്പോൾ വേണ്ട. അതിനൊക്കെ മുമ്പ് അപ്പുവിനെ കൺവിൻസ് ചെയ്യിക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. പക്ഷേ അതിലെനിക്ക് മഹേഷിന്റെ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് വേണം. ദയവ് ചെയ്ത് ഈ വിഷയത്തില് മഹേഷിന് 2 വള്ളത്തിൽ കാല് വെക്കരുത്. നോക്ക്, ശ്യാമളച്ചി പറഞ്ഞ നാക്ക് വായിലോട്ടിട്ടില്ല. അമ്മേ, സാഗർ വരച്ച രേഖാചിത്രം വെച്ച് ഞങ്ങൾ കബീറിനെ കണ്ടുപിടിച്ചു. അവനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. എന്നിട്ട് ഓൻ എന്നാ പറഞ്ഞ സാറേ? എന്റെ മോനെ പറ്റി എന്തെങ്കിലും? അവനെങ്ങ് കൊണ്ടുപോടോ. അമ്മേ, നിനക്കവനെ അറിയാമോ? ചോദ്യപേപ്പർ ചോർത്താൻ ഇവനാണോ നിന്നെ സഹായിച്ചത്? ചോദിച്ചത് കേട്ടില്ലടാ. നിനക്കവനെ അറിയാമോന്ന്? അറിയാം. സെന്റ് ജോൺസ് കോളേജിന്റെ ക്യാമ്പസിൽ വെച്ച് ഞാൻ ഇവനെ കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല. എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഏർപ്പാട്? ഒന്നുമില്ല, കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇവനുമായി എനിക്ക് പരിചയമൊന്നുമില്ല. അപ്പൊ ചോദ്യപേപ്പർ ചോർത്താൻ നിന്നെ സഹായിച്ചത്? അതുമായി ഇവന് ബന്ധമൊന്നുമില്ല സാർ. പറഞ്ഞില്ലേ, നിങ്ങളോടെല്ലാം ഞാൻ അന്നേരം പറഞ്ഞില്ലേ എന്റെ സാഗർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഇവന്റെ മൊഴി എനിക്ക് സ്റ്റേഷനിൽ വെച്ച് തന്നെ എടുക്കാമായിരുന്നു. പക്ഷേ സാഗറിനെ സംശയത്തിന്റെ പേരിൽ ഞാൻ പിടിച്ചോണ്ട് പോയത് ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചാണല്ലോ. അതുകൊണ്ട് ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ ഇവൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന് തോന്നി. നിങ്ങൾക്ക് ആകെയുള്ള സമ്പാദ്യം അഭിമാനം മാത്രമാണെന്ന് നിങ്ങളൊന്ന് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സർ. ഞാനാണ് സാഗറിനോട് ശരിക്കും നന്ദി പറയേണ്ടത്. ഇത്ര നന്നായി ആ ക്രിമിനലിന്റെ രേഖാചിത്രം വരച്ചു തന്നതിന്. നീ ഒരു നല്ല ആർട്ടിസ്റ്റാ. നിന്റെ കഴിവുകളെ നല്ല രീതിയിൽ ഉപയോഗിക്കണം. ആരെങ്കിലും എന്റെ മോൻ നിരപരാധിയാണെന്ന് ആ നോട്ടീസ് ബോർഡിലൊന്ന് എഴുതിയിട്ടെ. എന്റെ സാഗർ കള്ളനാന്ന് പറഞ്ഞ് ചിരിച്ചോരെല്ലാം അത് കണ്ട് രസിക്കട്ടെ. ആന്റി, ഞാൻ എഴുതിയിടാം. എഴുതിക്കോ.
മാഡം എന്നോട് ക്ഷമിക്കണം. അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് നിങ്ങൾക്കുണ്ടായ അപമാനത്തിന് ഞാൻ... അയ്യോ, ക്ഷമയൊന്നും പറയണ്ട സർ. ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് സാർ ഒരു സഹായം ചെയ്തെന്നാ മതി. എന്റെ ഒന്നിച്ച് ഒരു സ്ഥലം വരെ സാർ ഒന്ന് വരുവോ? വാമേ, ഇനി എന്റെ ഗുഡ് ന്യൂസ് ഒന്ന് കേക്ക്. ആ പറ, എന്താ എന്റെ ഗുഡ് ന്യൂസ്? ഈ വർഷം വിക്ടറി ട്യൂഷൻ സെന്ററുകാര് 3 മാസത്തെ അഡീഷണൽ ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. 3 മാസത്തെ ക്ലാസ് ആ, അത് കലക്കി. എനിക്ക് ഫ്രീ കേട്ട തന്നെ ഭയങ്കര സന്തോഷം. എന്റെ പൊന്നു മോള് നല്ലോണം പഠിക്കണേ. നമ്മൾ അവർക്ക് കൊടുത്ത മുഴുവൻ പൈസയും വസൂലാക്കണം. ഞാൻ പഠിച്ചോളാമേ, നന്നായിട്ട് പഠിച്ചോളാം. പക്ഷെ നാളെ തന്നെ ഫീസ് അടച്ച് നമുക്ക് അഡ്മിഷൻ എടുക്കണം. നാളെയാ? ആ, ഈ വർഷത്തെ ഫീസ് മുഴുവൻ നാളെ തന്നെ അടച്ച് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഈ 3 മാസത്തെ ഫ്രീ കോച്ചിങ്ങിന്റെ ഓഫർ ഉള്ളൂ. എന്തു പറ്റിയമ്മേ? എന്തു പറ്റാൻ? ഞാൻ ക്ലാസ്സിലുള്ള എല്ലാവരോടും കൂവി വിളിച്ചു പറഞ്ഞു ഞാനും വിക്ടറിയിൽ കോച്ചിങ്ങിന് ചേരാൻ പോവാന്ന്. അത് നന്നായി. ഈ പ്രാവശ്യം എന്റെ 48% ഞാൻ 84% ആക്കി കാണിക്കും. നോക്കിക്കോ. അപ്പൊ നാളെ രാവിലെ ഒരു 8:30 ആവുമ്പോ നമുക്ക് ഇറങ്ങാം. വിക്ടറി ചെന്ന് ഫീസും അടച്ച് എനിക്ക് സ്കൂളിൽ പോ. ഓക്കെ അല്ലേ അമ്മ? ആ, ഓക്കെയാണ്. എല്ലാം ഓക്കെയാണ്. ഐ ലവ് യു അമ്മ. ഞാൻ ബാക്കി എല്ലാവരോടും പറഞ്ഞിട്ട് വരാവേ. എന്തു പറ്റിയമ്മേ? എന്തേലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. ഒരു പ്രശ്നമില്ലടാ. നോണ, അമ്മയുടെ മുഖം കണ്ട എനിക്കറിയാം. മീനുവിന്റെ കോച്ചിങ് ക്ലാസ്സിന് വേണ്ടി അമ്മ നീക്കി വെച്ചിരുന്ന ആ വള രണ്ടും എന്റെ കല്യാണ നിശ്ചയത്തിന് ചിലവായി പോയി. പെട്ടെന്ന് ചെലവുകളെല്ലാം കൂടി ഒന്നിച്ച് വന്നപ്പോ എനിക്ക് ഇതിപ്പോ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. മോളെ മീനു, മീനു, മീനു മോളെ, നീ ഞാൻ പറയുന്നൊന്ന് കേക്കൂ. അമ്മ ഒന്നും പറയണ്ട. അമ്മയുടെ പ്രയോറിറ്റി ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി. മീനു, മീനു, നീ വിചാരിക്കുന്നത് പോലെ അല്ല. അന്നത്തെ ആ സിറ്റുവേഷനില് ഏട്ടന്റെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നല്ലോ. ഇനി ഏട്ടനൊന്നും പറയണ്ട. എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും നടന്നു കഴിയുമ്പോ മാറ്റിവെക്കപ്പെടുന്നത് എന്റെ കാര്യങ്ങളാ. എടി, അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വരുമെന്ന് എന്നോട് അമ്മ വാക്ക് പറഞ്ഞതല്ലേ. ആ വള രണ്ടും എന്റെ ട്യൂഷൻ ഫീസിന് വേണ്ടി മാറ്റി വെച്ചിരുന്നതല്ലേ. മോളെ, അമ്മ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞ വാക്കിന് ഭയങ്കരമായിട്ട് വില കൽപ്പിക്കുന്ന ആളല്ലേ അമ്മ. ഇപ്പൊ എന്തായി? അന്നേ ഞാൻ പറഞ്ഞതാ നടക്കാത്ത കാര്യങ്ങൾ വെറുതെ ആലോചിക്കേണ്ടെന്ന്. ഓരോന്ന് പറഞ്ഞു വെറുതെ എന്തിനാ എന്നെ മോഹിപ്പിച്ചത്? എന്റെ ക്ലാസ്സിലുള്ള എല്ലാ കൂട്ടുകാരോടും കൊട്ടിക്കോശിച്ച് വിളിച്ചു പറഞ്ഞു. ഇനി അതിന്റെ പേരിൽ എന്റെ കൂട്ടുകാരുടെ മുന്നിൽ ഞാൻ എത്രമാത്രം നാണം കെടുമെന്ന് ആരെങ്കിലും ഓർത്തോ? ഞാനിപ്പോ 10ാം ക്ലാസ്സിലാ. എന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയറാ. അതൊന്നും അമ്മയ്ക്കൊരു വിഷയമേ അല്ല. ശരിക്കും അമ്മയുടെ പ്രയോറിറ്റി എന്താ? സർപ്രൈസ്. അപ്പു, നല്ല രസമുണ്ട് ഈ സ്ഥലം. ഇത് ആന്റിയുടെ ഒരു സ്ഥിരം സങ്കേതം അല്ലേ? ഈ വലിയ ആകാശത്തിന് താഴെ ഇങ്ങനെ ഇരിക്കുമ്പോ ചെറിയ ജീവിതത്തിന്റെ ശ്വാസം മുട്ടൽ കുറച്ച് കുറയുന്ന പോലെ തോന്നും. ഇരിക്കെ. വീട്ടിലെല്ലാരും എങ്ങനെയുണ്ട്? ആ വീട്ടിൽ എല്ലാരും നന്നായിരിക്കുന്നു. പക്ഷെ ഈ വീട്ടിൽ ഒന്നും ഇപ്പൊ ശരിയല്ലെന്ന് എനിക്കറിയാം. അതൊക്കെ ഒന്ന് ശരിയാക്കാനാ ഞാൻ വന്നത്. ദാ 75,000 രൂപയുണ്ട്. നാളെ മീനാക്ഷിയുടെ ഫീസ് അടയ്ക്കാനുള്ളതല്ലേ? നിന്റെ വലിയ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് വേണ്ട മോളെ. ആന്റി എന്താ അങ്ങനെ പറഞ്ഞേ? ഈ കാശ് ബാലുവാണ് തരുന്നെങ്കിൽ ആന്റി വേണ്ടെന്ന് പറയോ? ബാലു എനിക്കിപ്പോ ഈ കാശ് നീട്ടിയാലും ഒരുപക്ഷെ ഞാനും ഓനോട് ഇതന്നെ പറയുള്ളൂ. ഓന്റെ താഴെയുള്ളവരുടെ ഒരാവശ്യങ്ങൾക്കും ഞാൻ ഇതുവരെ ഓനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല മോളെ. എന്റെ സാഹചര്യങ്ങളെല്ലാം എപ്പോ എന്നെ തോപ്പിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അതിനോടെല്ലാം മല്ലിട്ടും പോരാടിയും പരിഹാരം കണ്ടെത്തിയുവാ ഞാൻ ഇതുവരെ എത്തിയത്. താങ്ങാൻ ആളുണ്ടെങ്കിലും ഞാൻ തളരാൻ പാടില്ല. എന്നെ കൊണ്ടാവുന്ന പോലെ ജയിക്കാൻ നോക്കണം. അതുകൊണ്ട് തൽക്കാലം ഈ പൈസ മോളുടെ അടുത്ത് തന്നെ ഇരിക്കട്ടെ. നാളെ ഉച്ച
ഉച്ചവരെ എനിക്ക് സമയമുണ്ടല്ലോ. അതിനുള്ളില് ഈ പ്രശ്നത്തിനൊരു പരിഹാരം സുധാമണി കണ്ടിരിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിലോ? ഇല്ലെങ്കിലെന്താ, എന്നെ താങ്ങാനും താഴെ പോവാണ്ട് നോക്കാനും ഈ വലയുണ്ടല്ലോ. ആന്റിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എനിക്ക്. ഉം? എന്നാ ഈ ഒറ്റ രാത്രി കൊണ്ട് അത് മുഴുവൻ പഠിച്ചു തീർക്കാൻ എന്റെ മോള് നിക്കണ്ട. ചെല്, വീട്ടിൽ പോവാൻ നോക്ക്. അപ്പു, ഒരു സാരി. പറഞ്ഞോളൂ മാഡം, ഏത് സാരി വേണ്ടത്? സിൽക്കാണോ കോട്ടൺ ആണോ? അതല്ല, ഞാൻ സാരി വാങ്ങാനല്ല, വിൽക്കാനാ വന്നത്. അയ്യോ മാഡം, ഇവിടെ സാരി വിൽപ്പനയേ ഉള്ളൂ. ഞങ്ങൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് സാരി വാങ്ങാറില്ല. അല്ല, ഇതൊന്നും നോക്കിയേ. പഴക്കമുണ്ട്. അതെ, പഴയതാണ്. പക്ഷെ ആരും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരപ്പെട്ടൊരു സാരി അല്ല ഇത്. ഇതാ നോക്കിയേ. അമ്മേ, അമ്മ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? ഈ പഴഞ്ഞ സാരി കൊണ്ടുവന്ന് ഇതുപോലൊരു ഷോപ്പിൽ വിൽക്കാൻ നോക്കിയാ അവരെടുക്കോ? നീ മിണ്ടാണ്ടിരിക്കും. എന്നോട് ഞാൻ എന്തൊക്കെ പറഞ്ഞ? അതല്ല, ഈ പട്ടിനെ പറ്റിയും അതിന്റെ നിലവാരത്തിനെ പറ്റിയും കുറച്ചെങ്കിലും അറിയുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കോ, ഞാൻ അയാളോട് സംസാരിച്ചോളാം. ഞാൻ കുറച്ചു കാലമായി ഈ ജോലി ചെയ്യുന്ന ആളാ. എനിക്ക് പട്ടിനെ കുറിച്ചും അതിന്റെ പ്രൈസിനെ കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുണ്ട്. എന്തായാലും ഇത് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും കട നോക്കണം. രമേശ്, അവരെ പറഞ്ഞുവിടാൻ വരട്ടെ. ഞാനൊന്ന് നോക്കിക്കോട്ടെ മാഡം. ഇതാ, ഇത് നിങ്ങളുടേത് തന്നെയാണോ? അതെ സർ. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ആന്റിക് പീസാ. സാധാരണ ഇങ്ങനെ ഒന്ന് കയ്യിലുള്ള ആരും അത് വിൽക്കില്ല. ഓപ്പൺ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പീസ് ഇപ്പൊ അവൈലബിളേ അല്ല. എന്റെ അച്ഛനൊരു നെയ്ത്ത് കലാകാരനായിരുന്നു. അച്ഛൻ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ സാരിയാ ഇത്. ഇത് വിൽക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ എന്റെ മോളുടെ വിദ്യാഭ്യാസ ചെലവിന് വേറെ വഴിയില്ലാണ്ടായിപ്പോയി. സാർ ഇത് വാങ്ങണം. എന്റെ മോളുടെ പഠിത്തത്തിന്റെ ചെലവിനാന്ന് വിചാരിച്ചാ മതി. ഞാൻ ഉറപ്പായിട്ടും വാങ്ങാം. പക്ഷെ ഇതിന്റെ മൂല്യം എത്രയാണെന്ന് പറയുക വളരെ പ്രയാസമാണ്. അതാ പ്രശ്നം. ഞാനൊരു അല്ലേ പോട്ടെ, 1.25 ലക്ഷം രൂപ വരെ. ആ വിലയ്ക്ക് നിങ്ങൾ തരാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞ തുക കുറഞ്ഞു പോയോ? അല്ല സർ, സാറ് പറഞ്ഞ അത്രയും പൈസ എനിക്ക് വേണ്ട. 75,000 ഉറുപ്പ്യ മതി. എന്റെ മോളുടെ പഠിത്ത ചെലവിന് തൽക്കാലം അത്രേ വേണ്ടൂ. അമ്മേ, അമ്മ എന്ത് ഭ്രാന്താണ് പറയുന്നത്? അവര് തരാന്ന് പറയുന്ന പൈസ മുഴുവനും വാങ്ങിച്ചൂടെ? അതിന് ഇത് വെറും ഒരു കച്ചവടമല്ല. എന്റെ ആത്മാവാ ഞാൻ ഈ വിൽക്കുന്നത്. അതിനാരും വിലയിടണ്ട. എനിക്കിത് വിൽക്കാതെ വേറൊരു മാർഗവും ഇല്ല സർ. എന്റെ നിവൃത്തികേട് കൊണ്ടാ. എന്റെ മോളുടെ ട്യൂഷൻ ഫീസിന് ആവശ്യമുള്ള പണമല്ലാതെ എനിക്കൊരു പൈസ കൂടുതൽ വേണ്ട. സാരിക്ക് ഡാമേജ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അയ്യോ, ഒരു ഡാമേജും ഉണ്ടാവില്ല സർ. മഴയും വെയിലും ഒന്നും കൊള്ളാതെ ഞാൻ എന്റെ പ്രാണനെ പോലെ ഇത്രയും കൊല്ലം സൂക്ഷിച്ചതാ. സാറ് മുഴുവനും പരിശോധിച്ച് തൃപ്തിപ്പെട്ട് മാത്രം വാങ്ങിയാ മതി. രമേശ, ഇതെടുത്ത് അകത്ത് വെച്ചേക്ക്. നീ പറഞ്ഞതൊക്കെ കാര്യങ്ങൾ തന്നെയായിരുന്നു സുധാമണി. പക്ഷേ സംസാരിക്കുന്നതൊരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥയോടാണെന്നുള്ള ബോധം നിനക്ക് വേണ്ടിയിരുന്നു. ഓരോ പദവിക്കും അതിന്റേതായ മാന്യതയും മഹത്വവും ഉണ്ട്. അതറിഞ്ഞു വേണ്ടേ നമ്മൾ പെരുമാറാൻ. ഉച്ചയ്ക്ക് ഞാൻ മീനാക്ഷിന്റെ ട്യൂഷൻ സെന്ററിൽ പോയിനേനു. എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്നും കൊണ്ട് ആടെ ഉണ്ടായ പുകയില് കാരണം ഞാൻ ആകെ കൈവിട്ടു പോയ അവസ്ഥയിലേനു. അതിന്റെ കൂടെ എല്ലാരെയും മുന്നിൽ വെച്ച് വിദ്യാഭ്യാസം ഇല്ലാത്ത ജന്തുന്ന് എന്നെ ആ കമ്മീഷണർ വിളിച്ചും കൂടി കേട്ടപ്പോ എന്റെ സമനില തെറ്റിപ്പോയി. വിദ്യാഭ്യാസം ഇല്ലാന്നും പറഞ്ഞ് ആരെങ്കിലും എന്നെ കളിയാക്കിയ എന്താന്നറിയില്ല, എനിക്ക് എന്റെ സമനില തെറ്റും. അങ്ങനെ ഒരു കാര്യം കമ്മീഷണർ കരുതിക്കൂട്ടി പറഞ്ഞതല്ലോ. അവരെ കൊണ്ട് നീ പറയിപ്പിച്ചതല്ലേ? അത്രയ്ക്ക് ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ പ്രകടനം. നിനക്കൊരല്പം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ നീ അങ്ങനെ കാട്ടിക്കൂട്ടില്ലായിരുന്നു. വക്കീലും കൂടി എന്നെ എങ്ങനെ കളിയാക്കാൻ വരട്ടെ. ഞാൻ 9ാം ക്ലാസ് വരെ നല്ല ഒന്നാന്തരായിട്ട് പഠിച്ചതാ, അറിയോ? പക്ഷെ അതിന്റെ ഗുണം നിന്റെ പെരുമാറ്റത്തിൽ പലപ്പോഴും കാണാറില്ലല്ലോ. ഒരാൾ പ്രകടിപ്പിക്കുന്ന മുൻകോപത്തിൽ നിന്നും
അയാളുടെ മനസ്സിന്റെ ദൗർബല്യവും പക്വതക്കുറവും കൃത്യമായിട്ട് മനസ്സിലാവും. എന്ത് ചെയ്യാൻ എന്റെ വക്കീലെ, എന്റെ ആ സമയത്തെ മാനസികാവസ്ഥ വല്ലാണ്ട് മോശമായിരുന്നു. അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയതിന്റെ പരിണിത ഫലം എന്താ? ആകെ നാണക്കേടായി. മനസ്സിന്റെ സ്വസ്ഥതയും പോയി, കോളനിയിലെ കുടിവെള്ളവും പോയി. ശരി, സമ്മതിച്ചു. എനിക്ക് കുറച്ച് മുൻകോപം ഉണ്ട് എന്നുള്ളത് സത്യ. അതിനെന്തിനാ എന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തോളെന്നും പറഞ്ഞ് കളിയാക്കുന്നു? പാഠപുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചു കൂട്ടുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം. യഥാർത്ഥ വിദ്യാഭ്യാസം നമ്മുടെ ഉള്ളിൽ നന്മയും സാഹോദര്യവും സഹവർത്തിത്വവും സാമൂഹ്യ ബോധവും ഒക്കെ ഉണ്ടാക്കി തരും. അപ്പൊ പ്രശ്നങ്ങളെ സമചിത്തതയോടെ അഭിമുഖീകരിക്കാൻ നാം അറിയാതെ തന്നെ നമുക്കുള്ളിൽ ഒരു കഴിവുണ്ടാവും. അയ്യോ, ഞാൻ പഠിച്ച ക്ലാസ്സിൽ ഇത്രയും കടുകട്ടി വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേനോപ്പാ. ഞാൻ ഇനി എന്റെ എടുത്തുചാട്ടവും മുൻകോപവും എല്ലാം ഒന്ന് നിയന്ത്രിക്കാൻ നോക്കട്ടെ. എന്റെ ഭാഷയുടെ കാര്യത്തിലും ഞാനൊന്ന് ശ്രദ്ധ വെച്ചോളാം. എന്റെ മൂത്താങ്ങളെ എന്റെ ഒരു ആഗ്രഹല്ലേ? നടക്കുവോ? ഞാൻ നടത്തി കാണിക്കും. അറിയാലോ സുധാമണീന്, ഒരു വാക്ക് പറഞ്ഞ പറഞ്ഞതാ. ഇന്ന് സൂര്യൻ പടിഞ്ഞാറുദിച്ചെന്നാ തോന്നുന്നേ. കൊച്ചേട്ടൻ രാവിലെ എനിക്ക് എക്സസൈസ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സൂര്യൻ എവിടെ ഉദിച്ചെന്ന്. അയ്യടാ, ഞാൻ ഈ പുതിയ പുസ്തകങ്ങളെല്ലാം അടുക്കി വെക്കുക. 9ാം ക്ലാസ്സിലെ പഴയ പുസ്തകങ്ങളെല്ലാം എടുത്ത് മാറ്റിയാലേ 10ാം ക്ലാസ്സിലെ പുതിയ പുസ്തകങ്ങളെല്ലാം അലമാരിയിൽ കയറൂ. അലമാരിയിലേക്ക് മാത്രം കയറിയാ പോല, പുസ്തകത്തിലുള്ളത് എന്റെ തലയിലേക്കും കൂടി കയറണം. ചിരിക്കണ്ട, ഞാൻ പറഞ്ഞത് കാര്യ. വിദ്യാഭ്യാസം വളരെ പ്രധാന. അത് നമുക്ക് തരുന്ന മെന്റൽ സ്ട്രെങ്തും ഡിപ്ലോമസിയും വേറെ എവിടെയും കിട്ടൂല. ഡിപ്ലോമസി അതന്നെപ്പാ. അമ്മേ, ഈ പഴയ പുസ്തകങ്ങളെല്ലാം വേസ്റ്റ് പേപ്പർ സ്റ്റോറിൽ കൊടുക്കണം. സാഗര, ഈ പുസ്തകം എടുത്തിട്ട് ആക്രിക്ക് കൊടുത്തേ. ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് കവറിലിട്ടേരാം. അത് എന്റെ തലയിലായോ? അയ്യോ, എനിക്കിടെ മലമറിക്കുന്ന പണിയല്ലേ. ഇത് കൊണ്ടുപോയിട്ട് തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറ്റൂല എനിക്ക്. ഈ കുന്ത്രണ്ട് എടുത്തു വെച്ചിട്ട് പോയിട്ട് കൊടുത്തിട്ട് വന്നാട്ടെ. ഓന്റെ കളിയുണ്ടാ? മലമറിക്കുന്നില്ലേ? ഇതെല്ലാം വേണ്ടാത്ത തന്നെയല്ലേ? അതെ അമ്മേ, ഇതെല്ലാം ഞാൻ ചെക്ക് ചെയ്താ. ഹേടുന്നാടാ ഈ പുതിയ ഉടുപ്പ്? ഇത് വരുണിന്റെ ഉടുപ്പ്. ഏത് വരുൺ? അത് അമ്മയ്ക്കറിയാൻ വഴിയില്ല, എന്റെ ഒരു കൂട്ടുകാരനാ. അയ്യോ അയ്യോ, ഈനെന്തോ കറപറ്റി പിടിച്ചില്ലല്ലോ. ഇങ്ങോണ്ടാ, ഞാൻ കഴിത്തരാം. അയ്യോ വേണ്ട, ഇവിടെ കുടിക്കാൻ പോലും വെള്ളമില്ല. ഞാൻ ആ ജഗ്ഗുവിന്റെ ഇസ്തിരി കടയിൽ പോയി റെഡിയാക്കിക്കോളാം. അമ്മ അതിങ്ങ് വേഗം തന്നെ. ഇന്നാ 1 2 3 4 5 6 7 8 9 10. മതി 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 മതി. തൽക്കാലം കുരുത്തക്കേടിനുള്ള ശിക്ഷ ഞാൻ ഇതിൽ ഒതുക്കുന്നതാണ്. ഇനിയും ഇങ്ങനെ ചെയ്താ നല്ല ചുട്ടടി വെച്ച് ഞാൻ. എന്നെ എന്തിനാ അമ്മ ശിക്ഷിക്കുന്നേ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എനിക്കുള്ള ശിക്ഷ നീ ഇവരെ കാര്യം നോക്കാണ്ടിരുന്നേനാ. ഞാനെന്തിനാ ഇവരെ നോക്കുന്നേ? അത് കൊള്ളാം. വേറെ ആരാ നോക്കുക? നീയല്ലേ വലിയ കുട്ടി. ഇവരെ തെറ്റ് കാണിച്ച നീയല്ലേ ഇവരെ തിരുത്തണ്ടേ അല്ലേ? മതി, 3 വാ, ചായയും കൊഴുക്കട്ടയും തരാം. എനിക്കൊന്നും വേണ്ട കൊഴുക്കട്ട. എനിക്കും വേണ്ട. വേണ്ടല്ലോ. അപ്പുറത്തെ സദാശിവന്റെ പൈക്കള് കാടി മാത്രമല്ല കൊഴക്കട്ടയും തിന്നും. അവരെ തിന്ന് കൊഴുക്കട്ടെ. എന്റെ മക്കള് പട്ടിണി കിടക്ക്, എന്നാലേ പഠിക്കൂ. അമ്മ പിണങ്ങീന്നാ തോന്നുന്നേ. ചേട്ടാ, എന്തെങ്കിലും പറഞ്ഞ അമ്മയെ സമാധാനിപ്പിക്കും. അമ്മ ഉറങ്ങിയോ? അതെ, നമ്മൾ എന്തായാലും പറഞ്ഞ പോലെ അമ്മ എക്സ്ചേഞ്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതെ,
നമുക്ക് കിട്ടുന്ന ആളെ ശർക്കര പോലെ മധുരിക്കണം, ആ. പാവയ്ക്ക പോലെ കഴിക്കണം, കുടംപുളി പോലെ പുളിക്കണം, നല്ല കാന്താരി മുളക് പോലെ ഇരിക്കണം. മാലപ്പടക്കം പോലെ പൊട്ടിത്തെറിക്കണം. അതെ. പിന്നെ ചിത്രശലഭം പോലെ പാറി നടക്കുകയും വേണം. യുവരാജ് സിംഗിനെ പോലെ ഒരു ഓവർ 6 സിക്സ് അടിക്കണം. എന്തെങ്കിലും തെറ്റ് കാണിച്ചാ അത്യാവശ്യം ഞങ്ങളുടെ കരണത്തടിയും. കാക്കയ്ക്കും പരുന്തിനും വിട്ടുകൊടുക്കാതെ ഞങ്ങളെ ചെറുകനടിയിൽ ചേർത്ത് പിടിക്കണം. പിന്നെ എല്ലാത്തിനും മേലെ ആളൊരു ബിഗ് മോഹൻലാൽ ഫാൻ ആയിരിക്കണം. അങ്ങനെ ഒരാളെ ഇപ്പൊ എവിടെയാ കിട്ടുക? ഉം, ലോകത്ത് അങ്ങനെ ഒരൊറ്റ പീസേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ സുധാമണി. പറ്റിപ്പോയമ്മേ, വിട്ടുകള. അമ്മേ 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 കുറച്ച് തെറ്റുകൾ അമ്മയുടെ ഭാഗത്തുണ്ട്, കുറച്ച് തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തും ഉണ്ട്. ഒന്ന് ക്ഷമിച്ചു കള എന്റെ സുധാമണി. വേറെ ആരുമല്ലല്ലോ, അമ്മയുടെ പുഞ്ഞാര മോനല്ലേ പറഞ്ഞത്. അതന്നെ എന്റെ ഏറ്റവും വലിയ വിഷമം. ആരായാലും ആരോടായാലും മനസ്സിനൊരു കൺട്രോൾ എല്ലാം വേണം. ആ ബെസ്റ്റ്. ആരാ ഈ പറയുന്നത്? എന്നാലേ ഇനി അമ്മയ്ക്ക് ഒരു കൺട്രോൾ ഇല്ലാത്തൊരു കാര്യം ഞാൻ ഇപ്പൊ ചെയ്യാൻ പോവാ. വേണ കൂടെ കുടിക്കും. ആ. അമ്മേ, ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താടാ? കല്യാണം നടത്താൻ പറ്റിയ 3 ഡേറ്റുകള് അപർണയുടെ പാരന്റ്സ് തന്നിട്ടുണ്ട്. അതിലേതാണ് അമ്മയ്ക്ക് സൗകര്യപ്പെടുക എന്ന് ചോദിച്ചിട്ട് അറിയിക്കാൻ പറഞ്ഞു. ഏതല്ലടാ? ഈ മാസം ഒരു ഡേറ്റ് ഉണ്ട്. ആ. അടുത്ത ഡേറ്റ് 2 മാസം കഴിഞ്ഞിട്ടാ. ആ, പിന്നെ 4 മാസം കഴിഞ്ഞ 3-ാമത്തെ ഡേറ്റ്. നമുക്കിതിൽ ഏതാ സൗകര്യം? നമുക്ക് 4 മാസം കഴിഞ്ഞുള്ള ഡേറ്റ് മതി. Cash എടുക്ക്, cash എടുക്ക്, cash എടുക്ക്. ആ. പൈസ എന്തിനാ? ഉം. ആന്തിനാടാ പൈസ? അമ്മ ഈ മാസത്തെ ഡേറ്റ് തന്നെ സെലക്ട് ചെയ്യൂന്ന് വലിയേട്ടൻ പറഞ്ഞു. 4 മാസം കഴിഞ്ഞുള്ള ഡേറ്റ് അമ്മ ഫിക്സ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് കൊച്ചേട്ടൻ 500 രൂപ ബെറ്റ് വെച്ചു. വലിയേട്ടൻ തോറ്റു. നീ ബെറ്റ് ഓപ്പ് ഇതുവരെ നിർത്തിയിട്ടില്ല അല്ല? ഒന്ന് പോ അമ്മേ. എന്തായാലും ഞാൻ പറഞ്ഞ ഡേറ്റ് തന്നെ അമ്മ സെലക്ട് ചെയ്തത്. ബാലു, നീ അപർണ മോളെ നാളെ തന്നെ അങ്ങ് വിളിച്ചോണ്ട് വന്നാലും എനിക്ക് സന്തോഷേ ഉള്ളൂ. പക്ഷേ ഓള് നമ്മക്കും നമ്മളെ ഈ വീടിനും വേണ്ടി മാനസികമായി തയ്യാറാകുന്ന പോലെ ഓക്ക് വേണ്ടി നമ്മളും ഒന്ന് തയ്യാറാവണ്ടേ? അതിന് സമയവും വേണം, പൈസയും വേണം. ഞാൻ ഒരു പാർട്ട് ടൈം ജോലിക്ക് ശ്രമിച്ചാലോ? എങ്ങനെ പോയാലും ഒരു 6000-7000